ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ നിഷ വ്ലോഗ്. ഇപ്പോൾ നമ്മൾ കുറേ നാളായില്ല ഒരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മെയിനായിട്ട് സെൽഫ് കെയർ എങ്ങനെ ചെയ്യണം. ഇപ്പോൾ കുറച്ച് ദിവസമായി എൻ്റെ ഹെയർ ഒക്കെ ഭയങ്കര ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര തൊണ്ടവേദനയും ചുമയും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഒരു 2-3 ദിവസമായിട്ട് ഹെയർ കുളിച്ചിട്ടേ ഇല്ല. സോ നമുക്കറിയാലോ, ഓരോരുത്തരുടെ ഹെയറിൻ്റെ വാഷ് ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഒരു വാഷ് ഫ്രീക്വൻസി വെച്ച് മാക്സിമം ഡെയിലി കുളിക്കായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെങ്കിലും കുളിക്കണം. അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഒക്കെ ആകെ ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്. സോ ഞാൻ ഓർത്ത് ഇന്ന് ഫുൾ ഒരു സെൽഫ് കെയർ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ സെൽഫ് കെയറിൽ നമ്മൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് മുടി ആദ്യം ശരിയാക്കാം നമുക്ക്. അപ്പോൾ ഇന്നൊരു ഹെയർ ഓയിലിംഗ് ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. പിന്നെ ഒരു ഹെയർ സ്റ്റീമിങ് ചെയ്യും, പിന്നെ ഒരു ഹെയർ പാക്കും കൂടി ഇടും. അപ്പോൾ ഫസ്റ്റ് ഹെയർ ഓയിലിങ്ങിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കാസ്റ്റർ ഓയിലാണ്. ഇത്തിരി തിക്കായിട്ടുള്ള ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ. അതുപോലെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഹെയറിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു സംഭവമാണ് കാസ്റ്റർ ഓയിൽ. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റർ ഓയിലാണ്. ഇനി സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊരു കോക്കനട്ട് ഓയിലാണ്. ഇത് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓയിലാണ്. ഇത് നമ്മുടെ പാരഷൂട്ടിൻ്റെ ഒണിയൻ ഓയിലാണ്. ഇത് ഭയങ്കര നല്ലൊരു ഓയിലാണ്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് ഏകദേശം ഇത്രയും പോർഷൻ തീർന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓയിൽ. ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ 2 ഡ്രോപ്പായിട്ട് ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടൊരു ഓയിലാണ്. അപ്പോൾ അതാണ് സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാതും നമ്മൾ 2 സ്പൂൺസ് വെച്ചാണ് ഇരുന്നത്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. തേർഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിപ്പോൾ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിലിനേക്കാളും കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഓയിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എല്ലാതും 2 സ്പൂൺ വെച്ച് ഇടണം. ഇപ്പോൾ ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഓയിലാണ് നമ്മളിവിടെ കയ്യിലുള്ളത്. ഈ ഓയിൽ ഞാൻ അത്യാവശ്യം ചൂടാക്കിയിട്ടുണ്ട്. ഓവണിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റോളം ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ മുടി നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് മുകളിൽ വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. സോ ഇനി വീട്ടിൽ കുറച്ച് പണിയുണ്ട്. നമ്മളിപ്പോൾ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് വെയിൽ കൊള്ളാൻ വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ പൂപ്പൽ പോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ജസ്റ്റ് പുറത്തൊന്ന് വെയിൽ കൊള്ളിക്കണം. ഇന്ന് ഉച്ചയ്ക്കേക്ക് ഇപ്പം ഞാൻ വെക്കാൻ പോകുന്നത് നമ്മുടെ അമരപ്പയറാണ്. ഇത് ജസ്റ്റ് ഒരു ഉപ്പേരി പോലെ വെക്കാം. പിന്നെ നമുക്ക് തൈര് കൂട്ടിയിട്ട് കഴിക്കാം.
സോ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തേലത്തെ ഫുഡ്. ഇത് നമ്മുടെ പ്ലെയിൻ റൈസാണ്. ഇത് ടൊമാറ്റോ റൈസാണ്. ഇത് ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതായിരുന്നു ടൊമാറ്റോ റൈസ്. പിന്നെ അമരപ്പയറുണ്ട്, കുറച്ച് കടലയുണ്ട്. ഇനി വേണമെങ്കിൽ കേർഡ് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ടവല് ജസ്റ്റ് ഓവനിൽ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ സ്റ്റീം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹോട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് തലയിൽ വെച്ചിട്ട് റാപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ എന്തിനാണ് സ്റ്റീം ചെയ്തതെന്ന് വെച്ചാൽ ഹെയറിൽ സ്കാൽപ്പിലേക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ് നമ്മളിങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ടവലൊന്ന് ജസ്റ്റ് ഓവനിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് നമ്മൾ ഹെയർ ആയിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് ചെയ്തിട്ട് ഇനി പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചെറുപയറും കുറച്ച് ഉലുവയാണ്. ഇത് രണ്ടും ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ട് രാത്രി തന്നെ. ഇത് നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ പാക്ക് തലയിൽ വെക്കണം. സോ ഇത് അരിച്ചെടുത്ത നമ്മുടെ പാക്ക് നമ്മൾ ഇതുപോലെ ഹെയറിൻ്റെ സ്കാൽപ്പിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ എന്തിനാ അരിച്ചെടുത്തതെന്ന് വെച്ചാൽ ഇത് മുടിയിൽ നിന്ന് പോകാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തത്. ഒന്നെങ്കിൽ തുണി യൂസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ അരിപ്പ് വെച്ചിട്ടായാലും നമുക്കിത് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു ഫേസ് പാക്ക് ഇടാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെറുപയറും ഉലുവയും കൂടിയുള്ള അരച്ചിട്ടുള്ള ബാക്കി വന്ന പാട്ടുണ്ടല്ലോ, അതാണിത് അരിച്ചെടുത്തിട്ടുള്ള ബാക്കിയുള്ള ഭാഗം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് 1 സ്പൂൺ കേർഡാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്യാം. ഏകദേശം 1 സ്പൂണോളം കടലമാവും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യാണ്. ഇത് ഇത്തിരി വെജിറ്റബിൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു 1/2 സ്പൂണോളം ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തു. ഇത് വിൻ്റർ സമയത്ത് നമ്മൾ പാക്കുകൾ ഗ്ലിസറിൻ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് സ്മൂത്താവും. അതുപോലെ ഈ മൊരി പിടിച്ച പോലെയൊന്നും നമ്മുടെ സ്കിന്നാവില്ല. ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ഹെയർ പാക്ക് ഇപ്പോൾ തലയിലുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, മുടിയൊക്കെ നന്നായി കുളിച്ചു. അതിനുശേഷം ഫേസ് പാക്കൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ആകെ ഭയങ്കര ക്ഷീണമായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി മുടി ഉണങ്ങിയ ശേഷം ഒന്ന് കിടന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ എഡിറ്റിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ലാസ്റ്റ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's me Nisha signing off. Bye bye.